ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗോവർദ്ധന പൂജ വൃന്ദാവനത്തിലെ ഗോപന്മാരും ഗോപികമാരും എല്ലാ വർഷവും ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനായി ഒരു വലിയ യാഗം നടത്തിയിരുന്നു. ഇന്ദ്രൻ മഴ നൽകി തങ്ങളുടെ വിളകളെയും കന്നുകാലികളെയും സംരക്ഷിക്കുന്നു എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഒരു ദിവസം ബാലനായ ശ്രീകൃഷ്ണൻ ഈ യാഗത്തിൻ്റെ ഒരുക്കങ്ങൾ കണ്ടു. അവൻ തൻ്റെ പിതാവായ നന്ദഗോപനോട് ചോദിച്ചു, പിതാവ്, എന്തിനാണ് ഈ യാഗം നടത്തുന്നത്? ആരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? നന്ദഗോപൻ കൃഷ്ണനോട് ഇന്ദ്രനെക്കുറിച്ചും മഴയെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവേ, നമ്മൾ ഗോവർദ്ധന പർവ്വതത്തെയാണ് ആരാധിക്കേണ്ടത്. ഗോവർദ്ധന പർവ്വതമാണ് നമ്മുടെ കന്നുകാലികൾക്ക് പുല്ല് നൽകുന്നത്. അത് നമ്മുടെ ഗ്രാമത്തിന് സംരക്ഷണം നൽകുന്നു. ഇന്ദ്രൻ തൻ്റെ കടമ മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കർമ്മങ്ങളെയും പ്രകൃതിയെയും ആരാധിക്കണം. കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് ഗോപന്മാർക്ക് അത്ഭുതമായി. അവർ കൃഷ്ണൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഇന്ദ്രപൂജ ഉപേക്ഷിച്ച് ഗോവർദ്ധന പൂജ നടത്താൻ തീരുമാനിച്ചു. അവർ ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുകയും പർവ്വതത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും വിവിധ തരം വിഭവങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഇന്ദ്രൻ ഇത് കണ്ടപ്പോൾ കോപാകുലനായി. തന്നെ അവഗണിച്ച് ഗോവർദ്ധന പർവ്വതത്തെ ആരാധിച്ചതിൽ ഇന്ദ്രന് അഹങ്കാരം തോന്നി. തൻ്റെ ശക്തി കാണിക്കാൻ ഇന്ദ്രൻ വൃന്ദാവനത്തിൽ അതിശക്തമായ മഴയും കൊടുങ്കാറ്റും അയച്ചു. വൃന്ദാവനം വെള്ളപ്പൊക്കത്തിൽ മുങ്ങാൻ തുടങ്ങി. കന്നുകാലികളും മനുഷ്യരും ഭയന്നു വിറച്ചു. ഗോപന്മാരും ഗോപികമാരും കൃഷ്ണൻ്റെ അടുത്തെത്തി സഹായം അഭ്യർത്ഥിച്ചു. കൃഷ്ണ, നീ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ദ്രനെ പൂജിക്കാതെ ഗോവർദ്ധനത്തെ പൂജിച്ചത്. ഇപ്പോൾ ഇന്ദ്രൻ നമ്മളെ നശിപ്പിക്കാൻ വരുന്നു. ഞങ്ങളെ രക്ഷിക്കൂ, അവർ നിലവിളിച്ചു. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം. എന്നിട്ട് അവൻ തൻ്റെ ചെറിയ വിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി. ഒരു കുട പോലെ അവൻ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു. ഗോപന്മാരും ഗോപികമാരും കന്നുകാലികളും പർവ്വതത്തിൻ്റെ കീഴിൽ അഭയം തേടി. 7 ദിവസം 7 രാത്രിയും മഴ പെയ്ച്ചു. എന്നാൽ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും സംരക്ഷിച്ചു. ഇന്ദ്രന് കൃഷ്ണൻ്റെ ശക്തി മനസ്സിലായി. തൻ്റെ അഹങ്കാരം കാരണം താൻ ചെയ്ത തെറ്റ് ഇന്ദ്രന് ബോധ്യപ്പെട്ടു. ഇന്ദ്രൻ കൃഷ്ണൻ്റെ അടുത്തെത്തി മാപ്പ് ചോദിച്ചു. കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ താഴെയിടുകയും വൃന്ദാവനത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ സംഭവം കൃഷ്ണൻ്റെ ദിവ്യത്വം, അഹങ്കാരത്തിൻ്റെ പതനം, ഭക്തവാത്സല്യം, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്നിവയെല്ലാമാണ് പഠിപ്പിക്കുന്നത്.